ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ സീനിയർ മോസ്റ്റ് നേതാവാണിപ്പോൾ. സഖാവ് VS കഴിഞ്ഞാൽ, സഖാവ് ഗൗരിയമ്മയും കഴിഞ്ഞാൽ രണ്ടുപേരും ഇപ്പം ഇല്ല. സീനിയർ മോസ്റ്റ് നേതാവാണ് എന്ന് മാത്രമല്ല, എതിരാളികൾക്ക് മുമ്പിൽ പോലും സഖാവ് സുധാകരനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം PWD മിനിസ്റ്റർ ആയിരുന്നതുകൊണ്ട് 2 തവണ കേരളത്തിൽ വലിയ തോതിലുള്ള കാര്യങ്ങൾ സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി പോലും ഒരു പരിധിവരെ നിയന്ത്രിച്ചു. രാഷ്ട്രീയ അഴിമതികൾ ഒരു പരിധിവരെ ഇല്ലാതെ തന്നെയായി. ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയമായിരുന്നു. ഇദ്ദേഹം കാര്യക്ഷമമായി ഇടപെടുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പൊതുസമൂഹത്തിൽ അഴിമതിരഹിത രാഷ്ട്രീയ നേതാവ് എന്ന ഒരു മുഖം അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന്, പാർട്ടിയുടെ അടിസ്ഥാന തലത്തിൽ ഇപ്പോൾ ഇന്ന് ജി സുധാകരൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ വലിയൊരു ഭാഗം ഇവിടെയുള്ള പുത്തൻകൂറ്റ് പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനത് മുഴുവൻ കേട്ട ആളാണ്. അതിൽ അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. പാർട്ടിയുടെ പരിപാടി, തന്ത്രം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അടവ്, സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്, ജനകീയ ജനാധിപത്യ വിപ്ലവം, പാർലമെന്ററി ജനാധിപത്യം, ഇങ്ങനെയുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴുള്ള പാർട്ടിക്കാർക്ക്, എനിക്കറിയില്ല സജി ചെറിയാന് പോലും അതിൻ്റെ അർത്ഥം അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ക്ലാസ് പാർട്ടി നടത്താറില്ല. ജനകീയ ജനാധിപത്യ വിപ്ലവം എന്താണെന്നോ, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ വിപ്ലവം CPIയുടെ പരിപാടി എന്താണെന്നോ, ഇതൊക്കെ പഠിച്ചും പഠിപ്പിച്ചും തന്നെയാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞൊരു 10-15 കൊല്ലമായി പാർട്ടിയിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അറിയാതിരിക്കും. പക്ഷേ സീനിയറായ പാർട്ടി മെമ്പർമാർ, ഇപ്പോഴും പാർട്ടി അനുഭാവികൾ, ഉള്ളിൽ പാർട്ടിയെ പാർട്ടി എന്ന നിലയ്ക്ക് സൂക്ഷിക്കുന്നവർ, അധികാരം എന്ന നിലയ്ക്കല്ല, പല തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുകയും ജയിക്കുകയും ചെയ്തപ്പോഴും പാർട്ടിക്കൊപ്പം നിന്നവർ, അധികാരമില്ലാതെ സമരത്തിന്റെ ഭാഗമായി പാർട്ടിക്കൊപ്പം നിന്നവർ, പാർട്ടി പരിപാടി വിശ്വസിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന്റെ ഇന്നത്തെ പത്രസമ്മേളനം സൃഷ്ടിക്കാൻ പോകുന്ന ചലനം ചെറുതല്ല. ഇപ്പോൾ ജെൻസി ഇപ്പോൾ ഒരു പാർട്ടിയിലും പെടാറില്ല. പക്ഷേ അതിന് മുകളിലുള്ള, ഈ പറഞ്ഞതുപോലെ ഒരു 40 വയസ്സോ അതിന് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഇത് ചലനമുണ്ടാക്കും. ഇവിടെ മാത്രമല്ലല്ലോ, CPMന്റെ സംഘടനാപരവും രാഷ്ട്രീയവുമായ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന നിരവധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങൾ, ഓരോ ഘട്ടത്തിൽ MBRന്റെ ഒരു ഘട്ടം, ഗൗരിയമ്മയുടെ ഒരു ഘട്ടം, TP ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളുടെ ഒരു ഘട്ടം, അങ്ങനെ പല ഘട്ടങ്ങൾ. പക്ഷെ അന്നൊന്നുമില്ലാത്ത വിധത്തിൽ ഈ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പാർട്ടിയെ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും സംശയങ്ങളുള്ള ഒരു കാലത്താണ് സുധാകരനെ പോലെ 63 വർഷം പാർട്ടി മെമ്പറായിരുന്ന്, 40 വർഷത്തിലധികം പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന്, ഒരു തരം അഴിമതി ആരോപണവും കേൾപ്പിക്കാതെ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് എന്ന ആശയം മുമ്പോട്ട് വെച്ച ആൾ. ഇപ്പൊ സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ഇന്നും പാർട്ടിക്കൊപ്പം നിന്നുള്ള ആളാണ്. സഖാവ് VS പാർട്ടിയുടെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് സുധാകരൻ പിണറായി വിജയന് പാർട്ടിയുടെ സംഘടനയ്ക്ക് ഒപ്പമായിരുന്നു. അത് സാധാരണ പാർട്ടിക്കാരൊക്കെ ചെയ്യുന്ന കാര്യം. പക്ഷെ ഇന്ന് സുധാകരൻ ഉന്നയിക്കുന്ന വിഷയം അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ വിഷയമാണ്. പാർട്ടിക്ക് പരിപാടിയുണ്ടോ, പാർട്ടിക്ക് പ്രത്യയശാസ്ത്രമുണ്ടോ, പാർട്ടിക്ക് അടവും നയങ്ങളും ഒക്കെ ഉണ്ടോ എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ സംഘടനാപരമായി ലോക്കൽ കമ്മിറ്റി സഖാക്കൾ, ബ്രാഞ്ച് കമ്മിറ്റി സഖാക്കൾ പോലും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും വരെ വിമർശിച്ചുകൊണ്ട് എഴുതുക. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ അനുജൻ ഭുവനേന്ദ്രൻ, സഖാവ് ഭുവനേന്ദ്രൻ, പന്തളം കോളേജിൽ രക്തസാക്ഷിയായിരുന്ന ആൾ. 1977 ഡിസംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സഖാവ് ഭുവനേന്ദ്രൻ അതിഭീകരമായ തലത്തിൽ കണ്ണ് പോലും അടിച്ചു പൊട്ടിച്ച്, തല അടിച്ച് തകർത്ത് അദ്ദേഹം കൊല്ലപ്പെടുന്നു. അതിനോട് പോലും വേണ്ട രീതിയിൽ പാർട്ടിയോ സംഘടനയോ പ്രതികരിച്ചില്ല. പക്ഷെ എനിക്കതിൽ വിഷമമില്ല. വീട്ടിലെ ആഞ്ഞിലി വെട്ടി വിറ്റിട്ടാണ് ആ കേസ് നടത്തിയത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിലൊന്നും പരിഭവിക്കാത്ത ആളാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പന്തളത്തൊരു പട്ടി ചത്താൽ അതെങ്ങനെ രക്തസാക്ഷിയാവുമെന്ന് സ്വബോധത്തിലല്ലാതെ, എന്നുവെച്ചാൽ അദ്ദേഹം സാധാരണ രീതിയിലല്ലാതെ ചില സഖാക്കൾ പാടിയത് അദ്ദേഹം കേൾക്കുകയാണ്. ഈ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ പിതാവിനെ അടക്കം ആക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും അല്ലെങ്കിൽ കമന്റ് മുട്ട ആളുകൾക്കെതിരെ ഒരു നടപടിയുമില്ല. അതിനെപ്പറ്റി പരാതി പറയും. പരാതി പാർട്ടി എടുക്കേണ്ടതല്ലേ, എടുക്കുന്നില്ല. ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ചിൽ താൻ മെമ്പറാണ്.
താൻ 75 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് താൻ തന്നെ ഒഴിവാക്കുന്നു. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണോ, സന്യസിക്കണോ എന്നൊക്കെ അദ്ദേഹം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് 75 വയസ്സ് കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഇപ്പൊ തന്നെ ഇവർ മത്സരിക്കാൻ പോകുന്ന മുന്നണിയിലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനും AK ശശീന്ദ്രനും അടക്കം എത്ര വയസ്സായി? അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സജി ചെറിയാനെ പോലെ ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ ബോധവുമില്ലാത്ത പണവും അതുപോലെ ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ച് മാത്രം രാഷ്ട്രീയത്തിൽ കുതന്ത്രങ്ങൾ പയറ്റി മുമ്പോട്ട് വരുന്നവർ, രാഷ്ട്രീയത്തിൽ വർഗീയത പ്രയോഗിക്കുന്നവർ, ഇവർക്കെതിരെ വലിയ രോഷം പാർട്ടി സഖാക്കളിലുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴയിലെ സഖാക്കൾ. കണ്ണൂരിലെ സഖാക്കളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ കുറെ കൂടി രാഷ്ട്രീയ ഭൂമികയിൽ നിലനിൽക്കുന്ന ആളുകളാണ്. സംഘടനയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് മൂല്യം നൽകുന്ന കുറെ ആളുകൾ അവിടെയുണ്ട്. കണ്ണൂർ അങ്ങനെയില്ല. കണ്ണൂർ സംഘടനയാണ് പ്രധാനം. ആലപ്പുഴയിൽ അതല്ല. അവരുടെ മേൽ സുധാകരൻ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം ചെറുതായിരിക്കില്ല. കാരണം ഇത് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം അനുസരിച്ച് തന്നെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം പാർട്ടിക്കാരൊന്നും അധികം കേട്ടിട്ടുണ്ടാവില്ല, അനുസരിച്ച് തന്നെ അളവിലുള്ള മാറ്റം ഗുണത്തിലുള്ള മാറ്റമായി മാറും എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ ആദ്യം അത് 20 ഡിഗ്രി, 30 ഡിഗ്രി, 50 ഡിഗ്രി, 100 ഡിഗ്രി വരെ അതിങ്ങനെ അളവിലാ വ്യത്യാസം. പക്ഷേ 100 ഡിഗ്രി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണത്തിൽ വ്യത്യാസം വരും. അത് വെള്ളമല്ലാതാവും, നീരാവിയായി മാറും എന്ന് പറഞ്ഞതുപോലെ അളവിലുള്ള വ്യത്യാസം ഇങ്ങനെ വളർന്ന് ഈ പാർട്ടിയുടെ അകത്ത് പുകഞ്ഞ് ഒരു ഘട്ടത്തിൽ ഇത് ആകെ തകർക്കുന്ന തരത്തിൽ പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അളവിലുള്ള വ്യത്യാസം ഗുണത്തിലുള്ള വ്യത്യാസമാകും എന്ന മാർക്സിസ്റ്റ് തത്വശാസ്ത്രം, പ്രത്യയശാസ്ത്രം ഇവിടെ ശരിയാവുകയാണ്. അത് സുധാകരൻ കുറെ കാലമായി സംബന്ധിച്ച് സംസാരിക്കുന്നു, കുറെ കാലമായി സംബന്ധിച്ച് പറയുന്നു. അദ്ദേഹത്തോട് അനുനയം പറയാൻ ഒരാൾ പോലും ചെല്ലുന്നില്ല. പാർട്ടി സെക്രട്ടറി വരെ അദ്ദേഹത്തെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. ഇത് ആലപ്പുഴയിൽ ഉണ്ടാക്കുന്ന ചലനം ചെറുതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമോ മത്സരിക്കും എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അത് അമ്പലപ്പുഴയിൽ മാത്രമായി നിൽക്കില്ല. ഈ ചോദ്യം മറ്റ് ആലപ്പുഴയിലെ മണ്ഡലങ്ങളിൽ, കേരളത്തിന്റെ മറ്റു പല മണ്ഡലങ്ങളിലും ഈ ചോദ്യം ഉയരും. ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? ആരുടെ കയ്യിലാണ് ഈ പാർട്ടി? എന്ത് പ്രത്യയശാസ്ത്രമാണ് പാർട്ടിക്കുള്ളത്? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പാർട്ടി സഖാക്കൾക്കൊന്നും ഇപ്പൊ കഴിയുന്ന കാലമല്ല. ആകെ പറയാൻ കഴിയുന്നത് UDF മോശമാണെന്നോ BJP മോശം അങ്ങനെയൊക്കെ പറയാനല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഉപരിപ്ലവമായ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ശക്തമായ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കാൻ പാർട്ടിക്ക് നിശേഷിയില്ലാത്തത് കൊണ്ട്, ഒരുപക്ഷെ MB രാഘവൻ പോയപ്പോഴും സഖാവ് ഗൗരിയമ്മ പോയപ്പോഴും പാർട്ടിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നു. പാർട്ടി പ്രത്യയശാസ്ത്രം കൊണ്ടാണ് അവരെ നേരിട്ടത്. അതുകൊണ്ടാണ് പാർട്ടി നിലനിന്നത്. ഇന്നിപ്പോൾ പ്രത്യയശാസ്ത്രം പറയുന്നത് സുധാകരനാണ്. പാർട്ടിക്ക് പ്രത്യയശാസ്ത്രം പറയാനില്ല. അതുകൊണ്ട് തന്നെ സുധാകരൻ സൃഷ്ടിക്കുന്ന ആ തരംഗങ്ങൾ വലിയൊരു വിഭാഗം പാർട്ടി സഖാക്കളിൽ ചലനമുണ്ടാക്കും. കേവലം പാർട്ടി നേതാവ് പറയുന്നത് മാത്രമല്ല പ്രത്യയശാസ്ത്രം എന്ന ചോദ്യം ഉയരും. ഇത് തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പറയാൻ പറ്റൂ. പക്ഷേ ഒരുപാട് സഖാക്കളുടെ ഉള്ളിൽ പണ്ട് VS ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു നൊമ്പരമെങ്കിലും ഈ സഖാവ് സുധാകരൻ്റെ ഈ മാറ്റം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള രാജിയും അതിനുശേഷമുള്ള മത്സരവും ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.